ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ അച്ഛനുണ്ട്, പിന്നെ അന്നത്തെ പോലെ മുനീസ് ഉണ്ട്, വായുണ്ട്. അപ്പൊ നമ്മൾ എടുക്കാൻ പോണേ മുനീസേ, നമ്മൾ എടുക്കാൻ പോണേ ഇൻസാഫിനെ കാണാം. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മളെ ചങ്കിന്റെ ചങ്കുമായ ഇൻസാഫിന്റെ അടുത്ത് കാണാൻ പോണല്ലേ. ഏകദേശം അവിടെ എത്തി, കൊണ്ടോട്ടി എത്താനായി, കൊണ്ടോട്ടി കുറുപ്പത്തൊക്കെ എത്താനായിട്ടുണ്ട്. നമുക്ക് വിഷ്വൽസ് കാണാം. പോയി രാമനാട്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളെ ഫ്രണ്ട് ഗോപികൊക്കെ പഠിച്ചത് ഇവിടെയാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഞാനും ഓ ഞാലെ ഫസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി. പേര് പറഞ്ഞു എന്ത് ചെയ്യുന്നു. അപ്പൊ ഈ കാവിനൂർ തന്നെ അല്ലേ സ്ഥലം? 12 ഇപ്പം 12ന്റെ രാജാവ്, ഇപ്പൊ 12ന്റെ രാജകുമാരൻ, ഇപ്പൊ മൈത്രയുടെ വാനമ്പാടി, ഇവോ കീവർമിന്റെ ആശാൻ. അപ്പൊ നമ്മള് പോയോണ്ടിക്കാണ്. അല്ല, ഇൻസാഫ് ഇവിടെ കറക്റ്റ് ഇല്ലേ? അല്ല, ഇൻസാഫിന് വിളിച്ചില്ലേ? നമ്മളങ്ങോട്ട് പോയില്ലാണ്ട് വിളിച്ചില്ലേ? അപ്പൊ ഗൈസ്, എന്താ വെച്ചാല് ഇൻസാഫിന്റെ അടുത്ത് നമ്മൾ പോണം ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല അവിടെ എന്തോ കളിയാട്ടോ അങ്ങനെന്തോ ഒരു എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അവിടെ നല്ല ബ്ലോക്കാണ് പറഞ്ഞു. നമുക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഈ ബ്ലോക്കൊക്കെ താണ്ടി എപ്പാടെ എത്താൻ. അപ്പൊ നമ്മള് ഇൻസാഫിന്റെ അടുക്ക് ഇപ്പൊ ഏതായാലും അവിടെ പ്രോഗ്രാം ഒക്കെ നടക്കണോണ്ട് പോകാൻ കഴിയില്ല, പോണില്ല നമ്മള്. അപ്പൊ ഇനി നമ്മള് ചാലിയം ബീച്ചിക്കാണ് പോണത്. പോയിക്കൊണ്ടിരിക്കാണ്. അതൊരു പാട്ടാടി എടുത്താ പാടും ആയതേ. അതിന്റെ ഡിമാൻഡ് അപ്പൊ നമ്മള് കാണട്ടോ. അത് പാടാൻ പറഞ്ഞിട്ട് എന്നാ എന്റെ മുനീസ് പാടും. മുനീസ മറ്റേ ട്രാക്ക് മുഷിരിക്ക് തെരുത്തേ പാട്. ഏത് ഫ്രഷ് സാധനം അവന് ഇന്ന് ഇട്ട് വന്നിട്ടുണ്ട്. ഓഫറൊക്കെ അതിന്റെ അടിയില, നോക്കിട്ട് കാര്യമില്ല. മറ്റു ഷൂ നൈസായിട്ടോ. സിമന്റ് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങട്ടാ വായതേ? വീഡിയോ ഇട്ടോ ആര് പറവത്തെ കണ്ടാല് അങ്ങനെ നെഗറ്റീവ് കയറും. ഒന്നും പറയുന്നില്ല. പൊന്നാരം മൊത്തേ മൂക്കിനുള്ളത് തൊള്ളനുള്ളത് കൊണ്ടേക്കല്ലേ. ലൈറ്റ് പാല മാണ്ടെങ്കി വേണ്ട. പോയല്ലേ നല്ല കിട്ടില്ല ലൈറ്റ് പാല. അപ്പൊ രാത്രി അന്ന് വായതില്ല കുത്തിർന്നീ. റോഡിന്റെ അവസ്ഥ ഇത്, വണ്ടി നീങ്ങണമെന്നല്ല. നമ്മളിപ്പോ ഉള്ളത് ഫറോക്കിലാണ്. ആകെ ബ്ലോക്ക്. എന്ത് മന്ത്രി ഇവിടുത്തെ മന്ത്രി? ഇവിടുത്തെ MLA റിയാസോ അങ്ങനെ എന്തോന്നാ പേര്. കത്തി. അപ്പൊ മൂപ്പരോട് നമുക്ക് പറയാനുള്ള വെച്ചാല് ഇവിടെ ബീച്ച് റെഡിയാക്കിട്ട് കാര്യമില്ല. ലൈറ്റ് വെക്കി ബ്ലോക്കുകളൊക്കെ
പോണ വഴി റെഡിയാക്കണം പറഞ്ഞു. ആയിക്കോട്ടെ എന്നാ പോണ വഴി റെഡിയാക്കി. അവിടെ വണ്ടി കേട്ടോ ബ്ലോക്കാകെ ബ്ലോക്കാ. ഞങ്ങള് അരമണിക്കൂറായി ഇവിടെ നിക്കല് തുടങ്ങിയിട്ട്. ചൂടായി അഭിനയിച്ച അപ്പൊ ഇവിടുത്തെ ബ്ലോക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം. അരമുക്കാൽ മണിക്കൂറൊക്കെ ഒരു കാറില് അരമണി ഇപ്പൊ ഒന്ന് വണ്ടി നീങ്ങി ചെറുതായിട്ടെങ്കിലും. വണ്ടി നീങ്ങിടില്ല അങ്ങനെ പോയിട്ട് കണ്ടനർ കൊളത്തിയാണ് പാലത്ത് കൊളത്തിയതൊക്കെ കണ്ടനർ കൊളത്തിയാണ് പാലത്ത് കൊളത്തിയാണ്. ഓക്കെ കൊലത്തിയാണ് നമുക്ക് കത്തും. ഇല്ലടാ എനിക്ക് ഉറപ്പുണ്ട് ഇത് പൊട്ടൂല. ചാനൽ എന്തായാലും പൊട്ടൂല. നാട്ടിലെന്താ മാർക്കസ്റ്റേരൊക്കെ അവസ്ഥ? ഓ ഒരു പോലീസുകാരൻ വരുന്ന നേരം ഇത് പെരന്റെ മുമ്പിൽ പോലീസുകാർ 2 പോലീസുകാർ എത്തണ്ടേ കേട്ടോ. അടി ഉറപ്പാ. മരിക്കണ നമ്മളല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആശാൻ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങട്ടാണ് അങ്ങോട്ടേക്ക് കയറ്റി അങ്ങോട്ട് അല്ല അതോണ നിർത്തിച്ചേ. ഓനങ്ങോട്ട് വണ്ടിക്കാർക്ക് ഇങ്ങോട്ട് പോരാനും വേണ്ടി നിർത്തിച്ചാണ്. ഇതിന് മുമ്പൊക്കെ അല്ലോ അടിച്ചാളില്ല. അശ്വിൻ എന്നാലും നടക്കോ? ഒന്നും നടക്കൂല. ഫുൾ പ്ലാൻ ഫ്ലോപ്പ്. പെട്രോൾ ആണല്ലോ. ഓ ഞമ്മക്ക് പിന്നെ ലെഫ്റ്റേക്ക് തിരിഞ്ഞ് പോവാൻ കഴിയോ? ഇയാളൊന്നാണ് ബ്ലോക്ക് ആക്കിയ മാർക്കാര് ലേക്ക് പോണ്ടേ. ഒരു കഥ അല്ല മുനീസ, നല്ല കഥ. നസ്സാരത്തിനാണ് നിർത്തിയിട്ടേ ഓനങ്ങട്ടാ ഞങ്ങളെ കത്ത. ഞാൻ ആരാ ഏട്ടാ? ഇതിപ്പോ ഞമ്മളാരായി വായതേ? ആദ്യം വന്നോല ബലക്ക് നമ്മളെ ശേഷം അടത്തിയോല. ഏതായാലും ബ്ലോക്ക് ഒക്കെ താണ്ടി ഇന്നിപ്പോ ബീച്ചിലെത്താവും. അശ്വിനെ ഈ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ എപ്പോഴാ എത്താവല്ലേ നീയല്ലേ? ഈ ബ്ലോക്ക് ആ പ്രതീക്ഷയില്ല കേട്ടോ. അശ്വിനെ ഈ ബ്ലോക്ക് ഉണ്ടാവും പ്രതീക്ഷീനോ? എന്നോടല്ലേ എത്ര നേരമായി ചോദിച്ചു. മൂന്നാമത്തെ പറയണേ ബ്ലോക്കൊന്നും ആരും കൊടുക്കണില്ല, മൈൻഡ് കൊടുക്കണില്ല. കട്ടായി കാശിനെ അങ്ങനത്തെ കട്ടിക്കുള്ളൂ. നല്ല ബീഫും നല്ല നെയ്ച്ചോറും ഒക്കെ അടിച്ചു. മോരുചാറും ബീഫൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മുമ്പ് ഓണടിച്ചു തുടങ്ങിയത് ഞാനും അങ്ങനെ കുറച്ച് കഴിച്ചു. അടുത്ത കഴിച്ചല്ലോ മുനീസത്തോ വാങ്ങി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ ഇതാവൂല, കിട്ടൂല. എങ്ങനെ വരണം? അതൊക്കെ കൈവാ മോനെ. അത് ഞങ്ങൾക്ക് മാത്രം കിട്ടിയതാണ്. ഇങ്ങോട്ടായി പോക്ക്. കൊറേ നേരമായി വണ്ടിയിലിട്ട് പോസ്റ്റ് അടുപ്പിച്ചിന്. ഒരു കണക്കും കാര്യമൊക്കെ ഉള്ളത്. കൊറേ ബീച്ച് പറയും, കൊറേ ഇൻസാഫിന്റെ അടുക്കാണ് പറയും. ചക്കി ഭയങ്കര നാച്ചുറാലിറ്റി സ്റ്റോറേജ് ഇങ്ങനെ കൊറേ പറയും. സ്റ്റോറേജ് എത്ര? സ്റ്റോറേജ് 256. അല്ല ഞാൻ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്പനായി കുഴപ്പമില്ല. പോന്ന് ഇവിടെ
ചാലിയത്തുള്ള ഒരു പള്ളി കയറി കഴിച്ചു. നമുക്കൊരു ചായ കുടിക്കണം. ഇവിടെ ഒരു ചായ സ്പോട്ട് ഉണ്ട്. ഇവിടെയാണോ അവിടെയൊക്കെ ചായ സ്പോട്ട് ഉണ്ട്. ഇവിടെയാണ് കയറണമെന്ന് അറിയില്ല. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ട് ചായ കുടിച്ച് കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ ഇവിടെ പാലട പായസം ഉണ്ട്. അത് കുടിക്കാൻ വിചാരിച്ചു. പിന്നെ ഇറങ്ങാണ്. ഓ മൈ ഗോഡ്, ഞാനിങ്ങനെ ഇറങ്ങും. ഇജ്ജ് വേണ്ട ഇറങ്ങണേ. ഇറങ്ങോ. അശ്വിൻ ഇറങ്ങുന്നു. നിഹാലിക്ക ഇറങ്ങുന്നു. അപ്പോ ഇതാണ് നമ്മളെ കട. നമ്മളെ ഇക്കാല സംരംഭമാണ് പാലട ബോളിയറിന്. കടലുണ്ടി ആട്ടോ സ്പോട്ട് വരുന്നത്. അപ്പോൾ ഈ ബൈക്കൊക്കെ പോണ പോലെ മസ്റ്റ് ട്രൈ അല്ലേ ഏക്ക? ഇക്കോട്ടെ സ്ഥലം എവിടെ തന്നെ? തിരൂരല്ലേ? ഓ എടാ ചെറുത് പറയാന്ന്. ചൂട് പാലട പായസം കിട്ടും. ലൊക്കേഷൻ വരുന്നത് കടലുണ്ടിയാണ് കേട്ടോ. കാണേ നമ്മളറിയാത്തോണ്ട് ഉദ്ദേശിക്കണ അത്ര തന്നെ ഉള്ളു. വരലാക്കണ്ടേ? കച്ചവടം കൂട്ടണ്ട നമ്മള്. കൂട്ടണ്ടേന്ന് ഒരു നെഗറ്റീവ് സാധനം. കച്ചവടം കൂട്ടണ്ടേന്ന് ഇപ്പൊ എപ്പോഴും നെഗറ്റീവായിട്ട് അത് നിങ്ങൾ നോക്കണ്ട. ഇതേ അടിപൊളിയല്ലേ? ബാഗ് കുടിച്ചിന് ഞാലേ. ഇക്ക എപ്പോഴാ തുറക്കല് അടുക്കലൊക്കെ ഒന്ന് പറയോ? തുറക്കും. ഓ രാത്രി 8 മണി വരെ. അപ്പോ ഇക്കാന്റെ ഈ ഒരു സംരംഭം എല്ലാരും വിജയിപ്പിച്ചു കൊടുക്കില്ലേ? ബോളി പായസം അല്ലേ? ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ? ഇതിന് എത്ര റേറ്റ്? 70? ഇതിന് കിറ്റ് 80 രൂപ. കിറ്റ് 80 അല്ലേ? കൊടുക്കണേ 70 റുപ്യക്ക് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മള് സാധാ പായസമാണ് പറഞ്ഞത്. നീ പോണെന്ന് വിളിച്ചാ? നീ പോണെന്ന് വിളി. അത് ഇന്നെടുക്കേ. അങ്ങനെ വെക്കണ്ടേ? നമ്മൾ സാധാ പായസമാണ് ട്രൈ ചെയ്തത്. ഇനി ബോളി നോക്കിയാൽ ബോളിവുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, രസമുണ്ട്. ബോളിവുഡ് ഞാൻ കുടിച്ചു. ഫസ്റ്റ് ട്രൈ ആണല്ലോ. അപ്പം ഇനി അശ്വിന് ബോളി പായസം കൊടുത്തു. ചിലപ്പോ മറ്റേ ട്രൈ ചെയ്തില്ല. ഇത് സ്വന്തത്തില്ലേ? വിളിച്ചു ഇങ്ങനെ കണ്ണുകൊണ്ടാക്കി ഇങ്ങനെ ബോളി ട്രൈ ആണോ? എല്ലാരും ട്രൈ ചെയ്യാം. കടലുണ്ടി വാക്കടവ് അല്ലേ? അപ്പോ ഇക്ക ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ നഴ്സറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്ന കട. അപ്പോൾ ഇതിലാണ്ട് മോണോലൊക്കെ മസ്റ്റായിട്ട് ട്രൈ കേട്ടോ. പോയാരാ കേട്ടോ. ഓക്കെ നിങ്ങളത് വാരിക്കി. ഓക്കെ എന്നാ ശരി. അപ്പോൾ നമ്മൾ ബോളി പായസം അതുപോലെ സാധാ പായസം കുടിച്ചു. അടിപൊളി പായസം അല്ലേ അശ്വനെ? അല്ലേ അടിപൊളി. കടലുണ്ടി ബീച്ച് എത്തിയിട്ടുണ്ട്.
കൂടിയാണ് മറ്റേ സാധനം പോവാ നമുക്ക് പോവാണ്ടാവും അതല്ലാതെ ഓ മൂട് കടലുണ്ടി ബീച്ച് അവിടെ തോണിയൊക്കെ നടക്കണ ആ പാലത്തും കൂടെ പോയിക്കാൻ നമ്മള് ട്രെയിൻ ഇന്നത്തോ വിട്ടണേ തൊറ്റാള് എടാ വ്ലോഗ് എടുക്കണെന്ന് നിങ്ങൾ പക്ക ചാനടേ അങ്ങനല്ല ആ ചാനടല്ല ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മള് കല്ലിന്റെ ബീച്ചിൽ നടന്നുകൊണ്ട് കാണുമ്പോ അപ്പൊ ഞാൻ അവിടെ പോയാലാണ് തിരക്കുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ ഒരു ടീമുണ്ട്. മൊയ്സൊക്കെ പറഞ്ഞ തിരക്കുണ്ടാവില്ലെന്നൊക്കെയാണ് പറയുന്നത്. മുനീസിന്റെ പേര് പറയാതെ വ്ലോഗ് തുടങ്ങൂല അവസാനിക്കൂല. മുനീസ് എന്താ പറയാല്ലേ? അതാണ് അത് നോക്കിട്ടോ, ശ്രദ്ധിക്കും. വണ്ടി അവിടെ വെച്ചു നമ്മള്. എന്നിട്ട് വണ്ടി നമ്മള് കാറായിട്ട് ഇറക്കാൻ കഴിയൂല. അപ്പം വണ്ടി വെച്ചു ഏകദേശം എത്താനായി തോന്നുന്നുണ്ട്. മുനീസേ അവിടെ പോയിട്ട് നമ്മൾ അടിപൊളി ഫോട്ടോസ് എടുക്കണം. നല്ല വെയിലല്ലേ? പോയാ അപ്പൊ അവിടെ പറയാൻ കാരണം ആണ് അങ്ങനെ പറയാത്ത അങ്ങനെ പറയാ. കാരണം മുണ്ടണ്ടില്ലേ മുണ്ടള ഈ വ്ലോഗ് 24 വയസ്സായി. 26 വയസ്സ്. എങ്ങനെ കൊണ്ടിട്ട് അത് ഇതൊക്കെ വയറില്ല. ബാഹുബലി നോക്കിയാ വെള്ളം കഴിഞ്ഞോ മൂടില്ല തുറന്ന ആൾക്കാർ മന്ദിച്ച് കേൾക്കാം. അതായത് വെൽപ്പം കാണിച്ചു കൊടുത്താ 20 രൂപ ഒപ്പുണ്ട്. 20 രൂപ ഒപ്പുണ്ട് അറിയണ ചെയ്യുന്നത്. മുടി പറഞ്ഞിട്ടാ അങ്ങനെ ഇടണ്ടോ? ഞാൻ ആകെ 1-2 വട്ടത്തെ ഇവിടെ വന്നിട്ട് വന്നിട്ട് അപ്പൊ ഇവിടെ ഇന്ന് പെരുന്നാളിന്റെ തിരക്കുണ്ട്. അവിടെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. പെരുന്നാളിന്റെ തിരക്കുണ്ട് കേട്ടോ അവിടെ. കടലുണ്ടി ബീച്ച്. അപ്പോൾ മസ്റ്റായിട്ട് വന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാട്ടത്. ഓ അടിപൊളി വെയിലുണ്ട്. മഴതാകെ പായേണ്ടി വരും. അതെ വെള്ളം കുടിച്ച വെള്ളം കുടിച്ച ഓ അടിപൊളി കേട്ടോ. നല്ല അടിപൊളി പാകത്തെ വെയിലുള്ളൂ. ഓവർ വെയിലൊന്നുമില്ല. മണിക്കൂറായി കഴിഞ്ഞില്ല. ഇത് എവിടെ വന്നപ്പോ എന്ത് ഫീൽ ആയി കിട്ടണേ? ഞാനിവിടെ നിങ്ങളോടെ കിട്ടോ. ഞാൻ ഞാൻ്റെ അടുത്ത് വരാം. അശ്വനെ ഞാൻ്റെ അടുത്ത് വരാം. ഞാലെ അവിടെ ഉണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് പോസ്റ്റ് കണ്ടു വരച്ച് നമ്മളോട്ട് പോകുന്നു.
ഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയ അല്ലേ ഇവിടെ അല്ലേ? കടലുണ്ടി ബീച്ച് കഴിഞ്ഞു 1 മണിക്കൂറിന്റെ ആ കീസിനേലൊന്ന് വെറുതെ വിട്ടാളാം മനീസേ. പിന്നെ എന്താ ഫീൽ ചെയ്യണേ അല്ലേ? നല്ല കാറ്റ്. ഇപ്പൊ വെയില് പോയില്ലേ? നമ്മള് വന്നപ്പോ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പൊ വെയില് പോയിട്ടുണ്ട്, കാറ്റ് മാത്രമായി. അപ്പൊ മഴ പെയ്യോ ഇതൊക്കെ? ആ മഴ പെയ്താ മാണ്ടണ്ടി വരും. കൊടുക്കാൻ വേണ്ടിയാ മഴ പെയ്ത് കൊടുക്കാൻ വേണ്ടിയാ. ആ ഇങ്ങനെ എളുപ്പമായല്ലോ. ഇവന്റെ തന്നെ ഒരു 150 ഫോട്ടോ ഒക്കെ ആയിട്ട് എടുത്താണ്ട് ഇതാ അടുത്ത് ഞാല് പോവുണ്ട് ഫോട്ടോ എടുക്കാന്. ലൊക്കേഷൻ മാറ്റാനേ ഉണ്ടോ പക്ഷേ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പോസിംഗ് ഒക്കെ പ്രശസ്ത ക്യാമറമാൻ മുനീസ്. ഓ ഒരാൾക്ക് വേണ്ടി 2 ആളൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കണം. എന്താലേ റേഞ്ച് നോക്കിയാ അനക്കും വേണ്ടി 2 ആൾക്കെ ഫോട്ടോ എടുത്തിരുന്നേ. അന്റെ ഒരു ലെവലേ. ഓ എന്തോ ആലോചനയിൽ ഏർപ്പെടുന്ന വാഹി. കടലുണ്ടി ബീച്ച് മുനീസ്. മുനീസ് ഇപ്പൊ സിനിമാറ്റിക്കിൽ ഒരു വീഡിയോ എടുത്താൽ ചെക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് നേരം കൂടെ പോവാ. അപ്പോ നമ്മള് ഇവിടുന്ന് ഇറങ്ങാണ്. ഇനിയിപ്പോ അടുത്ത ലൊക്കേഷനിക്ക് പോവാണ്. ഇവിടുന്ന് നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കാറ്റ് കിട്ടി, നല്ലൊരു വൈബ് കിട്ടിയാൽ മതി. അപ്പം നമ്മള് അടുത്ത അപ്പുറം ഈ ഭാഗത്തേക്ക് വന്നിക്കാം കേട്ടോ. ട്രെയിൻ പോകുന്നു. എന്താലേ മൂട് കടലുണ്ടി ബീച്ച് വരെ മൂടി. നമ്മൾ കടലുണ്ടി ബീച്ചിൽ നിന്ന് വന്നപ്പോൾ കുറച്ചിങ്ങനെ നടന്നു. ഇവിടെ ചായ സ്പോട്ട് കണ്ടു. അപ്പോൾ ചായ കുടിക്കണം. ഓക്കെ ചായയും കല്ലുമ്മക്കായും ഇതുണ്ട്, മീസുണ്ട്. ചായ ഒക്കെ കുടിച്ചു. നമ്മള് എത്ര കടി എടുത്തേ? 11 അല്ലേ? കല്ലുമ്മക്കായല്ലേ? കല്ലുമ്മക്കായ ഒരു പ്ലേറ്റ് കാടമുട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ മസ്റ്റായിട്ടും ഈ കടലുണ്ടി ബീച്ച് എല്ലാവരും വരിക, ഷറാക്കുക. നഷ്ടാവൂല ആർക്കും. ഓക്കെ കടലുണ്ടി ബീച്ച് പോയി വന്നു അല്ലേ? ചായ ഒക്കെ കുടിച്ചു. നമ്മളെങ്ങട്ടാ വായിതാ? ഞങ്ങട്ടാ നെക്സ്റ്റ് ലൊക്കേഷൻ? എന്റെ ഭഗവതി. അപ്പൊ ഇനി കാറ് ഞാനാണ് എടുക്കണത്. അപ്പൊ ഇവർക്കൊക്കെ പേടിയുണ്ട്. പേടിയില്ല, മുനീസിന് ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. എന്റെ വിശ്വാസം അതാണ്, മുനീസിന് പേടിയില്ല. നടന്ന് നമ്മളെ കാറിന്റെ അടുത്തെത്തി. ഇതത്തെ പരിപാടി ഫോട്ടോഷൂട്ട് ഉണ്ടോ? ഫാൻ്റെ അടുത്ത് അശ്വിൻ തുണിയിലേക്ക് തുണി എടുക്കാൻ അറിയില്ല. ആദ്യമായിട്ട് തുണി എടുക്കാക്കി തുണി ഞാന് ഒരു മാച്ചില്ലല്ലോ. ഷൂ തുണി എന്റെ ഫോട്ടോഷൂട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഷാലിക. പാന്റിൽ നിന്നും തുണിയിലേക്ക് ചക്കെ
ഒന്നുകൂടി എടുത്ത് കൊടുക്കേ, റെഡി ആയില്ല. വണ്ടിയൊക്കെ കിട്ടോ ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാമൊന്ന് കയറേണ്ടി വരില്ല കേട്ടോ. എന്റെ കൊറേ ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ പറയും. അപ്പോ ഇനി നമ്മൾ പോകുന്നത് ചാലിയം ബീച്ചിലാണ് അല്ലേ. നമ്മൾ കടലുണ്ടി ബീച്ച് മൊത്തം കവർ ചെയ്തു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ചാലിയം ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഇവിടെ വെച്ചാതേനടി, അവിടെ കൊറേ പോയാണ്ട്. പട്ടെടുത്ത് ഇന്നൊന്നും കോപ്പറേറ്റ് ചെയ്തില്ല. ഫുൾ ബീച്ച് മൂടില്ല മീൻസേ. ബീച്ച് എത്തിട്ടോ ബീച്ച് മൂട് അല്ലേ. നമ്മള് ഒരു ബീച്ച് കഴിഞ്ഞ് ഇപ്പൊ നെക്സ്റ്റ് ബീച്ച്. അതല്ല, അന്ന് ഫുൾ ബീച്ച് മൂടാന്ന് പറഞ്ഞത്. അത് നമ്മള് കടലുണ്ടി ബീച്ച് പോയി, നമ്മള് ചാലിയം ബീച്ച്. ആ അപ്പൊ ടൈം 4 മണി. അശ്വിനെ എന്താ പറയലേ, ഏതാ വിഷ്വൽസ്? ഇന്നാണ് ഫുൾ ലൈറ്റ് കേട്ടോ, ഫുൾ ലൈറ്റ്. ഏതാ മൂഡ്? നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ നടന്നു. ഇനി കുറേ നടക്കാണ്ട്, അവിടെ എൻ്റെ എത്തണം. നമ്മളക്കന്മാരൊക്കെ മുമ്പുണ്ട്. ഏതായാലും പോയോക്കട്ടെ, അവിടെ എത്തിയിട്ട് ബീച്ചിലെത്തി. അതാണ് ചാലിയം ബീച്ച്. മുനിസൈഡ് ചാടി കുടിച്ചാലോ? അപ്പോൾ ഏകദേശം ഇരുട്ടാവാനായിട്ടുണ്ട്. ഒരു വ്ളോഗ് 2 വർത്താനം. എന്താ വർത്താനം? ചാലിയം ബീച്ച്. ചാലിയം ബീച്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ പറയും. ഏതാ സ്കൈ മൂട്? കാണിക്കൂ കാണിക്കൂ കാണിക്കടോ. വാഹിസാല എന്താ സ്കൈ? ചെക്കന്മാരുടെ പടക്കം പൊട്ടിച്ചുണ്ട്. ദമ്മിലരടാ പൊട്ടിച്ചങ്ങ ദമ്മില് പൊട്ടിച്ച്. ആ അത് പോയി. നോക്കിയാ ദമ്മിലറിയ അപ്പളേ പൊട്ടുള്ളൂ. കൊറേ ഉണ്ടല്ലോ, ഉറക്കനറിയ അപ്പളേ പൊട്ടുള്ളൂ. അതിന് കിട്ടൂലടാ പോയിന്. കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞോ? ഞങ്ങളെ 20 ഉറുപ്പിക തരണം എനിക്ക്. ഇതൊക്കെ ആ ഓർന്നെടുത്ത് പൊട്ടിച്ച. എവിടെ സ്ഥലം? ഇതെവിടെ സ്ഥലം? ചീക്കോട്. ചാലിയം ബീച്ചും കവർ ചെയ്തു. അവിടെ ബീച്ചിൽ പോയി ചായ കുടിച്ചു, ഫോട്ടോസ് എടുത്തു. അവിടെ വൈബാക്കി പോന്നു. നമ്മൾ തിരിച്ച് ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്ട് നമ്മളവിടെയാണ്
കഴിഞ്ഞിട്ടാണ് കാർ വെച്ചത്. പോയിട്ട് അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് കാണാം. ഇവിടെ കടലാണ്. അങ്ങനെ പോകുന്ന ഫുഡ് കഴിക്കാനായിട്ട് ബാബൽ മന്തി ഷോപ്പിലെത്തിയിട്ടുള്ളത് കോഴിക്കോട്. അപ്പം എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചാൽ എല്ലാവരും ഞാലേ അപ്പൊ എന്തായാലും കഴിക്കണം അല്ലേ? അതെ ചക്കി ടയർഡാ? എനിക്ക് വന്നില്ല. മുനീസൊക്കെ ക്ഷീണിച്ചിന്. അപ്പോ മധുത്താണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ ഓർഡർ ചെയ്തത്? ഏതാ? മട്ടനോ ചിക്കനോ? അപ്പോൾ മട്ടനും ചിക്കനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടയർഡായിട്ടുണ്ട്. കുറേ നേരം വണ്ടിയിലായിട്ട് കുറേ പുറത്തൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ആദ്യം ഐറ്റം എത്തിയിട്ടുണ്ട്. സൂപ്പ്. എന്ത് സൂപ്പാ അത്? അറിയില്ല മുനീസേ, എന്ത് സൂപ്പാ? മട്ടനാ? കുടിച്ചിട്ടുള്ള ചക്കി കുടി 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 കുടി. എങ്ങനെയുണ്ട്? ഞാൻ കുടിച്ചോളൂ. അപ്പം സൂപ്പെത്തി. പിന്നെ മധുഹൂത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തൽക്കാലപ്പം നമ്മൾ പിടിക്കാം. നമ്മുടെ മധുഹൂത്ത് എത്തിയിട്ടുണ്ട്. ചിക്കനുണ്ട്, മട്ടനുണ്ട്. കഴിക്കട്ടോ. സൂപ്പ് ഒന്നും പറയല്ല, കിടിലോ. കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനും കഴിക്കട്ടെ. അങ്ങനത്തെ റൈസ് ആണ്ടേ അശ്വിനെ? ചിക്കൻ മാത്രം കഴിക്കണേ? നിയാലിക്ക നല്ല അടിയാട്ടോ. കഴിച്ചുവിട്. അപ്പം കോഴിക്കോട് വരുന്നവരൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണത്. ഷോപ്പിന്റെ പേര്. അപ്പോൾ അല്ലാണ്ട് പോണോലൊക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. മധുഹൂത്ത് ചിക്കനും മട്ടനും എല്ലാ ഐറ്റംസും ഉണ്ട്. കഴിക്കട്ടെ, കഴിച്ചുണ്ട്. നമ്മള് ഫുഡൊക്കെ കഴിച്ചുല്ലേ? അത് അടിപൊളി മധുഹൂത്തായിരുന്നു. അശ്വിനാണ് നമുക്ക് സ്പോൺസർ ചെയ്തത്. അപ്പൊ നമ്മള് നേരെ നാട്ടിക്ക് കുറച്ച് ഓടാണ്ട്. അപ്പൊ ക്ഷീണിക്കും, ചിലവരൊക്കെ ഉറങ്ങും. അതെ, നമ്മളെ വണ്ടി പ്രശസ്ത ഗായകൻ മുനീസ് മൈത്ര.